നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ഇവിടെ പരാമർശിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ വാക്കുകൾ കേൾക്കുന്നത് വെറുമൊരു യാദൃശ്ചികമല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ ഒക്കെ പറഞ്ഞു തള്ളിക്കളയാറുണ്ട്. പക്ഷേ അത് നിങ്ങൾ വെറുമൊരു യാദൃശ്ചികമെന്ന് കരുതിയ ഓരോ നിമിഷത്തിനു പിന്നിലും പ്രപഞ്ചമൊരുക്കിയ വലിയ രഹസ്യമുണ്ട്. നമ്മുടെ ജീവിതം എന്നത് ഒരു പുസ്തകം പോലെയാണെങ്കിൽ അതിലെ പല അധ്യായങ്ങളും നമുക്ക് മുൻപേ എഴുതപ്പെട്ടവയാണ്. കാലങ്ങളായി നിങ്ങളെ ഒരു നിഴൽ പോലെ പിന്തുടരുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന ആ അദൃശ്യ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റാനുള്ള ആ ഒരു ആഹ്വാനമാണ് ഇന്ന് ലഭിക്കുന്നത്. ഒരു നിമിഷം എല്ലാം മറന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കുക. എത്രയോ തവണ നിങ്ങൾ വലിയ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. കൂടാതെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് കരുതിയ ഇടത്തു നിന്ന് ഒരു അദൃശ്യമായ കൈ നിങ്ങളെ താങ്ങി നിർത്തിയിട്ടില്ലേ? ആ ശക്തിയെ എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അദൃശ്യമായി എത്തുന്ന രക്ഷാ കവചവും പൂർവിക ബന്ധവും നിങ്ങൾ വീണ്ടും വീണ്ടും രക്ഷപ്പെടുന്നത് നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ടല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊന്ന് ഓർത്തെടുത്താൽ കൺമുന്നിൽ നടന്ന അപകടങ്ങൾ വിശ്വസിച്ചവർ പിന്നിൽ നിന്ന് കുത്തിയപ്പോൾ തളരാതെ നിങ്ങൾ പിടിച്ചു നിർത്തിയ ആന്തരിക ബലം, ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഈ ശക്തി ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവമോ മാലാഖയോ മാത്രമല്ല. അത് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന നിങ്ങളുടെ വംശത്തിൻ്റെ തന്നെ ഊർജ്ജമാണ്. നിങ്ങളുടെ പൂർവികരുടെ പിതൃക്കളുടെ ബോധപൂർവമായ ചൈതന്യമാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന നിമിഷം മുതൽ അവർ നിങ്ങളെ ഒരു രക്ഷാകവചം പോലെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ഇത് ഞങ്ങളുടെ രക്തമാണ്, ഇതിനെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന അവരുടെ ഉറച്ച തീരുമാനത്തിൻ്റെ ഫലമാണ്. എന്നാൽ ഇത്രയും ശക്തമായ സംരക്ഷണം കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോഴും കഷ്ടപ്പാടുകൾ നിറഞ്ഞതാകുന്നത്? കഠിനാധ്വാനം ചെയ്തിട്ടും ആരെയും ദ്രോഹിക്കാതെ ജീവിച്ചിട്ടും വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാം കൈവിട്ടു പോകുന്നത്? ഇതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാൻ തന്നെയാണ് പ്രപഞ്ചം, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തി, മഹാദേവൻ ഇത്തരത്തിലുള്ള സൂചനകൾ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കാൻ പോകുന്ന വലിയ ദോഷങ്ങളെയും ആ ദോഷങ്ങളെ മറികടക്കുവാനുള്ള പ്രതിവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ കഴിയും. അതെല്ലാം ഈ പ്രപഞ്ചശക്തിയുടെ കരുത്തുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പ്രപഞ്ചം നിങ്ങളെ സംരക്ഷിക്കുന്നത്. നിങ്ങൾ ശരിയായ പാതയിൽ സഞ്ചരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു. നിങ്ങളുടെ പ്രതിസന്ധികളെയും വേദനകളെയും പ്രപഞ്ചം വേണ്ട രീതിയിൽ കാണുകയും അതിന് പരിഹാര മാർഗങ്ങൾ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പല ആളുകളും ഇത്തരം സൂചനകളെ അവഗണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. ദുരന്തത്തിന് മുന്നായി പ്രപഞ്ചം നമുക്ക് പല സൂചനകളും നൽകും. പല ആളുകളും തിരക്കുകൾക്കിടയിൽ അവയെ അവഗണിക്കുകയാണ് സാധാരണയായി കാണുന്നത്. അത് ജീവിതത്തിലെ വലിയ തകർച്ചയുടെ തുടക്കമായിരിക്കും. നമ്മുടെ മുന്നിലേക്ക് വരുന്ന, നമുക്ക് കാണാൻ സാധിക്കുന്ന പല അദൃശ്യമായ കാര്യങ്ങളെയും നാം കൃത്യമായി വിലയിരുത്തണം. നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി സംഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മെ സംരക്ഷിക്കേണ്ട കൈകൾക്ക് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരെ, നമുക്ക് മുന്നിൽ നിന്ന് മറഞ്ഞുപോയവരെ നാം മറന്നുപോകുന്നു. അത് വലിയ ദുരന്തമല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, പിതൃദോഷമെന്ന ഊർജ്ജവൈകല്യം, ഇതിനെയാണ് ആത്മീയമായി പിതൃദോഷം എന്ന് വിളിക്കുന്നത്. ഇതൊരു ശാപമല്ല, മറിച്ച് ഊർജ്ജത്തിൻ്റെ സന്തുലിതാവസ്ഥയാണ്. നിങ്ങളുടെ വേരുകളുമായുള്ള ബന്ധം ദുർബലമായ ഒരു വലിയ മരം പോലെയാണിത്. വേരുകൾ വേദനയോ അതൃപ്തിയോ ഉണ്ടാകുമ്പോൾ മരം എങ്ങനെ തഴച്ചു വളരും? അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. നിങ്ങൾ മനസ്സിലാക്കുക, പണം വരുന്നുണ്ടെങ്കിലും മണൽത്തരി പോലെ ഒലിച്ചു പോകുന്ന സാഹചര്യം, സ്നേഹിച്ച ബന്ധങ്ങളിൽ അകാരണമായി വിള്ളലുകൾ ഉണ്ടാവുക, പ്രശസ്തിയും പണവും എല്ലാം ഉണ്ടെങ്കിലും രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, ചെയ്യുന്ന ജോലിയിൽ സ്തംഭനാവസ്ഥ അനുഭവപ്പെടുന്നു. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമായിരിക്കണമെന്നില്ല, പല ആളുകൾക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. എന്നിരുന്നാലും ഈ ലക്ഷണങ്ങൾ വരാനിരിക്കുന്ന 2027 എന്ന നിർണായകമായ വർഷത്തിൽ നിങ്ങളെ കൂടുതൽ ബാധിച്ചേക്കാം. അതായത് ഈ വർഷത്തിൻ്റെ പകുതിയോടുകൂടി തന്നെ ജീവിതത്തിൽ വലിയ അപകടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നുചേരും. ആ വർഷം വലിയ മാറ്റങ്ങളുടെ പരീക്ഷണങ്ങളുടെയും കാലമായിരിക്കും. ഈ ഒരു സമയത്ത് പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ജീവിതം കൂടുതൽ ദുർഘടമാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇത്തരം സൂചനകൾ, ഇത്തരം മുന്നറിയിപ്പുകൾ പ്രപഞ്ചം നൽകുന്നത് ഭയപ്പാടോടുകൂടി മുന്നോട്ട് പോകുവാനല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങളെ മുൻകൂട്ടി അറിഞ്ഞ് അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാനാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയും നിങ്ങൾ മറന്നുപോയ ചില കാര്യങ്ങളെയും ഓർമ്മപ്പെടുത്തലുകളാണിത്. നിങ്ങൾ നിങ്ങളുടെ കുലദേവതയും നിങ്ങളുടെ പൂർവികരെയും മറന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് വിജയത്തിൽ എത്തുവാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവർ തന്നെയാണത്. നിങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ദേവത തന്നെയാണ് കുലദേവത. അതിനെല്ലാം മറികടന്നുകൊണ്ട്, അതെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം സൂചനകളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. എന്നിരുന്നാലും എല്ലാത്തിൻ്റെയും അനുഗ്രഹം, പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. മറിച്ചുള്ളവരുടെ ജീവിതത്തിൽ നേരിട്ട് അപകടങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഒന്നിലും
വിശ്വാസമില്ലാത്തവർ, സ്വന്തം പിതൃക്കളെയും സ്വന്തം കുലദേവതയും മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കുള്ള തിരിച്ചടി തീർച്ചയായും ലഭിക്കും. എന്നാൽ നിങ്ങൾക്കിത് സൂചനയായി നൽകുന്നു. അത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയും തന്നെയാണ്. നിങ്ങൾക്കൊപ്പം പ്രപഞ്ചം നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെയാണ് നാളിതുവരെ നിങ്ങൾ ഈ ഒരു കാലഘട്ടം വരെ ജീവിച്ച് എത്തിയത് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്തുണ കൊണ്ട് തന്നെയാണ്. തുടർന്നും നിങ്ങളുടെ ഈ രീതിയിൽ ആത്മീയമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയില്ല. നിങ്ങളെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചവർക്കെല്ലാം തിരിച്ചടി കിട്ടുന്നത് പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഈ ഒരു ഘട്ടത്തിലില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ തിരിച്ചറിയുക, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വിധി എന്നത് കല്ലിൽ കൊത്തിവെച്ച ഒന്നല്ല, അത് മാറ്റിയെഴുതാൻ നമുക്ക് സാധിക്കും. അതിനായി വലിയ ഹോമങ്ങളോ യാഗങ്ങളോ ആവശ്യമില്ല. ലളിതമായ ചില മാറ്റങ്ങളിലൂടെ ആ രക്ഷാകവചം നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക. കൺമുന്നിലെ ദൈവങ്ങളായ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് നിങ്ങളുടെ പിതൃക്കൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അവരെ വേദനിപ്പിക്കരുത്, അവരുടെ കണ്ണുനീരിന് കാരണമാവരുത് എന്ന് തന്നെയാണ് നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. അവരുടെ കണ്ണുനീർ നിങ്ങളുടെ വംശത്തിന് വലിയ മുറിവേൽപ്പിക്കും. പൂർവികർ വസിക്കുന്നത് സമാധാനമുള്ള ഇടങ്ങളിലാണ്. അതുകൊണ്ട് കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുക. അത്തരം സന്തോഷവും സമാധാനവും നിലനിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ദോഷകരമായ കാര്യങ്ങളും നെഗറ്റീവ് എനർജി ഉൾപ്പെടെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാവാം. എന്നാൽ അതിനെയെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അവയെല്ലാം പുറത്തേക്ക് പറഞ്ഞയക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. അവർ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കോപവും അഹങ്കാരവും ഉപേക്ഷിക്കുക. മറ്റുള്ളവരുടെ വാക്കുകളെ മനസ്സിലിട്ട് പെരുപ്പിക്കാതിരിക്കുക. ദാനധർമ്മം, വിശക്കുന്ന ജീവികൾക്ക് ഭക്ഷണം നൽകുക. കാരണം ആ ജീവികളുടെ നിശബ്ദമായ പ്രാർത്ഥന പിതൃക്കളുടെ മനസ്സ് അലിയിക്കും. പ്രപഞ്ചത്തിൻ്റെ ഊർജം പുലർച്ചെ നിങ്ങൾ എഴുന്നേറ്റ് സൂര്യോദയം കാണുന്നത് ശീലമാക്കുക. ഇത് നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കും. ഒപ്പം തന്നെ പിതൃക്കൾക്ക് നാം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് കർക്കിടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിലെ കറുത്തവാവ് ദിവസങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നത്. ഇത് വളരെ വിശേഷമാണ്. പൂർവികരുടെയും പിതൃദോഷ ശാന്തിക്കായും നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹോമം തന്നെയാണിത്. എള്ളും നെയ്യും ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. പല പ്രശസ്തമായ ക്ഷേത്രത്തിലും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആളുകളെല്ലാം ഇത് മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് പല പ്രയാസങ്ങളും കടന്നു വരും. ഒടുവിൽ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തും. വിശദമായി പരിശോധിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക അവർ ചെയ്യേണ്ട കർമ്മങ്ങളും അവർ മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും മറന്നുപോയെന്ന്. എല്ലാം തിരക്കുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പല ആളുകൾക്കും ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ല. നമുക്കായി ജീവിച്ചവർ, നമുക്ക് വേണ്ടി തണലൊരുക്കിയവർ. നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നവർ മൺമറഞ്ഞു പോയി. എന്നിരുന്നാലും അവരുടെ ഊർജം നിങ്ങൾക്കൊപ്പം തന്നെ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് അവരെ മറന്നുപോകുക എന്നത് വലിയ വേദനാജനകമായ കാര്യമാണ്. അല്ലായെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് മുൻപിൽ അവർക്കൊപ്പം ജീവിച്ചവരെ നിങ്ങൾ കുറ്റപ്പെടുത്തുക. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ, നിങ്ങളുടെ അച്ഛനമ്മമാരെ, നിങ്ങളെക്കാൾ മുതിർന്നവരെ വഴക്ക് പറയുവാനോ കുറ്റപ്പെടുത്തുവാനോ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരുവാനോ നിങ്ങൾ കാരണം സാഹചര്യം ഇടവരുത്തരുത്. അത് പ്രതികൂലമായി നിങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇതെല്ലാം നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിച്ചതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടൊഴിയുന്നതിനായി നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അതുവഴി പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വളരെ ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ പിതൃക്കൾക്ക് കടുംപായസം നിവേദിച്ച് വിതരണം ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും സമ്പത്തും വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതെല്ലാം വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും പല ആളുകൾക്കും ഇതൊന്നും ചെയ്യുവാൻ സമയവും സാഹചര്യവുമില്ല. അതോടൊപ്പം മറന്നുപോകുന്ന മറ്റൊരു കാര്യമാണ് കുലദേവതയെ. നിങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങൾക്ക് സംരക്ഷണ വലയമൊഴുക്കുന്ന കുടുംബദേവതയെ പല ആളുകളും മറന്നുപോകുന്നു. മാസത്തിൽ ഒരു തവണയോ 6 മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും കുടുംബക്ഷേത്രത്തിൽ ചെന്ന് വഴിപാടുകൾ ചെയ്ത് അവിടെ സമയം ചിലവഴിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് അതിനു വേണ്ട പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുന്നതും വളരെ ഗുണകരമായ കാര്യം തന്നെയാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിക്കുന്ന കാര്യമാണ്. അത് കുലക്ഷേത്രത്തിൻ്റെ കാര്യമായാലും നിങ്ങളുടെ പൂർവികരുടെ കാര്യമായാലും ഇതൊന്നും യാതൊരു കാരണവശാലും മറന്നുപോകുവാൻ പാടില്ല. നിങ്ങളുടെ വരും തലമുറകൾക്കും ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളും ബോധവും നൽകണം. പൂർവികരെ മറക്കുക എന്നത് അത്ര നല്ല കാര്യമല്ല. അതൊരിക്കലും ഗുണം ചെയ്യുകയുമില്ല.
നമുക്ക് മുന്നേ മൺമറഞ്ഞു പോയവരെ ഓർക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ്. അവരുടെ സ്മരണയ്ക്കായി പാവപ്പെട്ടവർക്ക് അന്നദാനവും വസ്ത്രദാനവും നൽകുന്നതും നിങ്ങൾക്കേറെ ശുഭകരമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം ഒരിക്കലെങ്കിലും ഗംഗയിൽ പോയി ബലിതർപ്പണം നടത്തുക. ഇതൊക്കെ വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമല്ലാതെ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. നിങ്ങളോർക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ മാറ്റവും മുന്നേറ്റവും ഉണ്ടാവും. അവർക്ക് വലിയ അനുഗ്രഹമുണ്ടാവും. അവർ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിക്കൊപ്പം അവരുടെ പൂർവികരുടെ അനുഗ്രഹം കൂടെ ചേരുമ്പോൾ അവരെ തളർത്താൻ ആർക്കും സാധിക്കുകയില്ല. സാധാരണഗതിയിൽ എല്ലാവർക്കും ചുറ്റും നെഗറ്റീവ് ഊർജ്ജമുണ്ടാവും. അതൊരു പക്ഷേ ശത്രുക്കളുടെ കണ്ണേറ്, പ്രാക്ക്, മറ്റ് ശത്രുദോഷം കൊണ്ടോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് നെഗറ്റീവ് ക്രിയകൾ, അതായത് ആഭിചാരം പോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം ഇത്തരം ദോഷങ്ങളും ഒത്തുചേരുമ്പോൾ അവർ തകർന്ന് തരിപ്പണമാവുന്നു. അവരുടെ ജീവിതത്തിലെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട് ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാകുന്നു. പല കുടുംബങ്ങളുടെയും പല ആളുകളുടെയും ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിച്ചാൽ ഇത്തരം പ്രയാസങ്ങൾ തീർച്ചയായും കാണുവാൻ സാധിക്കും. എന്നാൽ ഇത് മനസ്സിലാക്കാൻ വൈകുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. നമുക്ക് മുൻപിലേക്ക് പ്രപഞ്ചം നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തി തരുന്ന എല്ലാ സൂചനകളെയും നാം വിശദമായി പരിശോധിക്കുക. നമുക്ക് മാനുഷികമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നാം ചെയ്യുക. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം നാം എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും എത്ര തന്നെ കഷ്ടപ്പെട്ടാലും നമുക്ക് വേണ്ട രീതിയിലുള്ള മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കുകയില്ല. ധാരാളം പണം നമ്മുടെ കൈകളിലേക്ക് വരുമെങ്കിലും അതെല്ലാം ഏത് വഴിക്ക് പോയെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല. അതാണ് ഈ ദോഷങ്ങളുടെ ശക്തി. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ നിങ്ങളെ കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, മറ്റ് ആഭിചാരം പോലുള്ള കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേരും നാളും ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്തുക. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. അത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരുന്നതിന് സഹായിക്കും. ഒപ്പം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലും ധാരാളമുണ്ടാകും. കൂടാതെ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്ത ആളുകളും നമുക്കിടയിലുണ്ട്. അത്തരം ആളുകളിലേക്ക് ഈ അധ്യായം ഷെയർ ചെയ്യുക. നമ്മുടെ പൂജാ വഴിപാടുകളിൽ അവർക്കും പങ്കാളിയാവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകൾക്ക് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നീക്കി സമാധാനപൂർണ്ണമായ ജീവിതം നൽകാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. എന്നത്തെയും പോലെ വിലയേറെ ലൈക്കുകൾ നിങ്ങൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. നിങ്ങളുടെ തിരക്കുകൾക്കിടയിലുള്ള പ്രാർത്ഥനകൾക്കിടയിൽ നിങ്ങൾക്ക് മുന്നേ മൺമറഞ്ഞു പോയ പൂർവികരെ കൂടെ ഓർക്കുക. അതോടൊപ്പം കുലദേവതയെ മറന്നു പോകരുത്. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങളുടെ കുലദേവതയെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങൾ പ്രതിസന്ധിയുടെ, പ്രയാസത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരം സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളുടെ കാലഘട്ടമായതുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ നാളുകൾ കടന്നു വരാനിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾക്ക് കേൾക്കുവാനുള്ള മനസ്സ് ഭഗവാൻ നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന കർക്കിടക മാസത്തിൽ നിങ്ങൾ പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തിയിരിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങൾ ഈ ഒരു അധ്യായം കേട്ട് 28 ദിവസത്തിനകം തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി തീരുന്ന കാര്യമാണ്. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.